Hello, this is Python Malayalam. Python Malayalamത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഗ്രിഡ് ലേഔട്ടിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് ഗ്രിഡ്? ഒരു ഗ്രിഡ് ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ നമ്മൾ എക്സൽ ഷീറ്റിലൊക്കെ നമ്മൾ ഡാറ്റകൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യം ആലോചിച്ചാൽ മതി. അഥവാ ഒരു 2D സ്പേസിൽ 2 ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു ലേഔട്ടാണ്. അഥവാ അതിന് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ അടുത്തടുത്തൊക്കെ നമുക്ക് വിഡ്ജറ്റുകൾ ക്രമീകരിക്കാവുന്ന. അപ്പോൾ അതിനെ നമ്മൾ അടയാളപ്പെടുത്തുക. എക്സൽ ഷീറ്റിൽ A1 അല്ലേ, ഇത് B1, C1, D1. ഇപ്പോൾ ഈ കള്ളിയാണെങ്കിൽ നമുക്ക് C4. ഗ്രിഡ് ലേഔട്ടിൽ നമ്മൾ ABCDക്ക് പകരം ഇവിടെയും നമ്മൾ 1, 2, 3 ഡിജിറ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ കള്ളി എന്തായിരിക്കും? 4, 3. ഓക്കെ, 3, 4 അല്ല. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തെയും ഡിജിറ്റുകൾ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ഇത് 1, 1. പക്ഷെ 0യിലാണ് ഗ്രിഡ് ലേഔട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 0, 0, 0, 1, 0, 2 ആ രൂപത്തിലാണ് അതിനെ ആഡ് ചെയ്യുക. നമുക്ക് നോക്കാം, സിമ്പിൾ. സോ ദിസ് ഈസ് അവർ ബേസിക് ഫ്രെയിം വർക്ക്. ഞാനൊരു 4 ബട്ടൺസ് ആഡ് ചെയ്യുകയാണ്. പുഷ് ബട്ടൺ സെൽഫ്. ഇത് 3, 4. ഓക്കെ, ബട്ടൺ 2, 3, 4. അപ്പോൾ നമുക്ക് ഒരു 4 ബട്ടൺ കൂടെ ആഡ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ പേര് CTN, CTN2, CTN3, CTN4. സോ ഇത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മുകളിലായിട്ട് നമുക്ക് ഒറ്റ ബട്ടണേ കാണുന്നുള്ളൂ. എല്ലാ ബട്ടണും ഇതിൻ്റെ ചുവട്ടിലായിട്ടുണ്ട്. നമുക്കതിനെ ഇങ്ങനെ ഓരോ കള്ളി പോലെ അറേഞ്ച് ചെയ്ത് കിട്ടും. അതിനാണ് ഗ്രിഡ് ലേഔട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്രിഡ് ലേഔട്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? മറ്റ് ലേഔട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പേര് കൊടുക്കുക. qt.q-grid layout. ഓക്കെ, പെൻസിൽ വേണമെങ്കിൽ സെൽഫ് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. self.set layout കൊടുക്കുന്നു. നമ്മുടെ ലേഔട്ട് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ വിൻഡോ ഓപ്ഷനിലെ ലേഔട്ട് ഗ്രിഡ് ലേഔട്ട്. ഇനി ഗ്രിഡ് ലേഔട്ടിലേക്ക് എങ്ങനെ ഓരോ മെമ്പറെ ആഡ് ചെയ്യാം? സിമ്പിൾ. ആദ്യം നമ്മൾ ലേഔട്ട് കോൾ ചെയ്യുന്നു. ലേഔട്ട് ഡോട്ട് ആഡ് വിഡ്ജറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ആഡ് വിഡ്ജറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ വിഡ്ജറ്റിനെയും അതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബട്ടൺ ആണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടേണ്ടത്. ബട്ടൺ നമ്മൾ ആഡ് ചെയ്യണം. എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്? 0 പൊസിഷനിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയില് 0 കോളം, ഒന്നാമത്തെ കോളം. ഓക്കെ, നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബട്ടൺ ഇവിടെ നിൽക്കുന്നതാണ്. ഇതിനൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അഥവാ പഴയ സ്ഥലത്തുണ്ട്. ബട്ടൺ എന്നുള്ളത് നമ്മൾ ഗ്രിഡിൽ ഇപ്പോൾ ആഡ് ചെയ്ത് നിറഞ്ഞു നിൽക്കണം. ലേഔട്ടുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഓക്കെ, ഇനി നമ്മൾ അതിന് താഴെ മറ്റു ബട്ടണുകളൊക്കെ ആഡ് ചെയ്യാം. 2, 3, 4. അപ്പോൾ ഇത് ഒന്നാമത്തെ റോ, ഇത് രണ്ടാമത്തെ റോ, ഇത് മൂന്നാമത്തെ റോ. നോക്കാം, റൺ ചെയ്ത് നോക്കാം. നമുക്ക് 4 ബട്ടണുകളാണ്. ഇത് 0, 1, 0, 2. ഇത് 0, 0, 0, 1, 0, 0, 1, 0, 2, 0, 3, 0. ഇനി നമുക്ക് ഇപ്പുറത്ത് ഇതിന് നേരെ ഇങ്ങേ സൈഡിൽ അടുത്ത ബട്ടണുകൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലേഔട്ട് ഡോട്ട് ആഡ് വിഡ്ജറ്റ് C10, അത് നമ്മൾ 0, 0 ആണ് ആഡ് ചെയ്തിരുന്നത് അല്ലേ. ഇപ്രാവശ്യം നമ്മൾ 0 ഒന്നാമത്തെ റോയിൽ തന്നെയാണ്. പക്ഷേ ഒന്നാമത്തെ, അതായത് ആദ്യത്തെ 0 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റോ ആണ്. ഒന്നാമത്തെ കോളം എന്ന് പറഞ്ഞാൽ കോളത്തിൽ രണ്ടാമതായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇത് 0, 1, 2, 3 ഇങ്ങനെ താഴോട്ടാണ്. ഫസ്റ്റിലെ ഈ അടയാളപ്പെടുത്തൽ താഴോട്ടാണ്. രണ്ടാമത്തെ ഡിജിറ്റ് ഇങ്ങനെയുള്ള കോളമാണ്. 1, 2, 3, 4 ഇങ്ങോട്ടാണ്. അപ്പോൾ 0, 0 ഇവിടെയാണ്. കാരണം രണ്ടും 0 പൊസിഷൻ 0 പൊസിഷൻ. 0, 1 ആകുമ്പോൾ ഇവിടെയാണ്. ഇനി 0, 2 വരുമ്പോൾ ഇവിടെ ആയിരിക്കും. ആണോ? അല്ല, ഇവിടെ 0 അല്ല, ഇത് 1 ആണ്. 1 വരും. ഓക്കെ, നമുക്കത് നോക്കാം. 1, 1 വരും. 20 നമുക്കതിനെ ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ 1, 2, 3 ആഡ് ചെയ്തു. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. സോറി, ആക്ച്വലി ഇവിടെയൊക്കെ നമ്മൾ 0, 1, 1, 1, 2, 1, 3, 1 നമ്മൾ ബട്ടൺ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കൺട്രോൾ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഗ്രിഡ് ലേഔട്ടിൽ മെമ്പേഴ്സ് കറക്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഒരു റോ കൂടി ആഡ് ചെയ്യണമെന്ന് വിചാരിക്കും.
ഇപ്രാവശ്യം നമുക്ക് ലേബൽ ആയിക്കോട്ടെ. qtgui dot q label label, that's all. Self. അങ്ങനെ 4 ആഡ് ചെയ്യാം. ലേബൽ 2, ലേബൽ 3, ലേബൽ 4. സോ 4 ലേബൽ നമുക്കുണ്ട്. ആ 4 ലേബൽ നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് അവിടെ ചെയ്യാൻ കഴിയില്ല, കാരണം നമ്മളിവിടെ ഓൾറെഡി അതിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഓരോ പൊസിഷൻ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടാണ്, ഓരോ വിഡ്ജറ്റിൻ്റെയും പൊസിഷൻ നമ്മൾ എക്സാക്ട്ലി അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മളത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ LBL LBL നമ്മൾ ഒന്നാമത്തെ റോ അഥവാ 0 സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ മൂന്നാമത്തെ കോളം രണ്ടാമത്തെ 2 കൊടുക്കും. ഓക്കെ, നമുക്ക് 4 ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. LB3, LB4. അപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3. ഇത് റോയാണ്. ഇത് 2 ആയിരിക്കും, ഇത് 2 ആയിരിക്കും, ഇത് 2 ആയിരിക്കും, ഇത് 2 ആയിരിക്കും. ഇതൊക്കെ ഒന്നാണ്. ഇവിടെയൊക്കെ 0 ആണ്. നിങ്ങൾക്ക് കാണാം 0 1 2 3 0 1 2 3 0 1 2 3 0 1 2. ഓക്കെ, എന്ന് ഇത് കഴിഞ്ഞാൽ ലേബൽ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഗ്രിഡായിട്ട് ഇങ്ങനെ അണിയൊപ്പിച്ച് നിൽക്കുന്നവരായിട്ട് നമുക്ക് എലമെൻറ്റുകളെ ആഡ് ചെയ്യാം. ഇനി മറ്റൊന്നാണ് ലേഔട്ട് ഡോട്ട് സെറ്റ് കോളം സ്ട്രെച്ച് എന്ന് പറയുന്ന ഒരു ഫാക്ടർ. 0350 നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ റോ 0 എന്ന് പറയുന്ന റോ, അതിൻ്റെ സ്ട്രെച്ച് അതിങ്ങോട്ട് വലിച്ചു നീട്ടി 350 ഇങ്ങോട്ട് വലിച്ചു നീട്ടി വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ലേഔട്ട് ഡോട്ട് സെറ്റ് ഹൊറിസോണ്ടൽ സ്പേസിങ് 50. അവ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്പേസിങ് കൂട്ടിയതായിട്ട് കാണാം. ഇടയിലുള്ള വിടവ് ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ മുമ്പ് ഫോം ലേഔട്ടിൽ പഠിച്ച പോലെ തന്നെ ലേഔട്ട് ഡോട്ട് കോളം കൗണ്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ നമ്മൾ നേരത്തെ റോ കൗണ്ട് പഠിച്ചിരുന്നു. കോളം കൗണ്ട് ഉപയോഗിച്ചിട്ട് എത്ര കോളംസ് ഉണ്ട് നമുക്കറിയാം. 3 കോളംസ്, 1 2 3. അതുപോലെ തന്നെ എത്ര റോ ഉണ്ട് എന്നുള്ളത് നേരത്തെ റോ കൗണ്ട് ഉപയോഗിച്ച് കണ്ടുപോലെ ഇവിടെയും നിങ്ങൾക്ക് 4 റോ 1 2 3 4 റോ എണ്ണം എടുക്കാം. സോ that is how we create a QGrid layout. I hope you got something from this video. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.